One more method of integration നമുക്ക് പഠിക്കാം. So far നമ്മൾ substitution method, integration by partial fraction പഠിച്ചു. ഇനി integration by parts എന്നുള്ളത് എന്താണെന്ന് നോക്കാം. Nothing but the product of two functions. രണ്ട് functions product form വരികയാണെങ്കിൽ എങ്ങനെ അതിനെ integrate ചെയ്യാന്നുള്ളതാണ്. ഡിഫറൻസിയേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് UV rule or product rule, derivative of u into v. ഇതേപോലെ ഇൻ്റഗ്രേഷനിൽ പ്രൊഡക്റ്റ് ഓഫ് ടു ഫങ്ഷൻസ് വന്നാൽ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാന്നുള്ളതാണ് ഇനിയുള്ള മെത്തേഡ്. അതായത് ദ ഇൻ്റഗ്രൽ ഓഫ് ദി പ്രൊഡക്റ്റ് ഓഫ് ടു ഫങ്ഷൻസ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഫങ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് differential coefficient or derivative of first function into integral of second function എന്നുള്ളതാണ് അതിൻ്റെ കംപ്ലീറ്റ് ഇൻ്റഗ്രേഷൻ പാർട്സ്. അതായത് ഈ ഫോർമുലയിൽ നിന്ന് മനസ്സിലാക്കാം ഇവിടെ എന്താണ് ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. സോ ഗിവൺ ഇൻ്റഗ്രൽ ഓഫ് പ്രൊഡക്റ്റ് ഓഫ് ടു ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ പ്രൊഡക്റ്റ് ഓഫ് ഫങ്ഷൻസിൽ ഏതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാണ് സെക്കൻഡ് ഫംഗ്ഷൻ എന്നുള്ളത് ചൂസ് ചെയ്യണം. അതിനനുസരിച്ച് ഈ റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് ദ ഇൻ്റഗ്രൽ ഓഫ് ദ ഗിവൺ പ്രൊഡക്റ്റ് ഓഫ് ദി ഫങ്ഷൻസ്. അതായത് ഇൻ ജനറൽ ഇൻ്റഗ്രൽ ഓഫ് യു ഇൻറ്റു വി ഇൻറ്റു ഡി എക്സ് ആണെങ്കിൽ, അതായത് യു ഈസ് എ ഫംഗ്ഷൻ ഇൻ എക്സ്, യു എന്ന് പറയുന്നത് എക്സിൻ്റെ ഫംഗ്ഷനും വി എന്ന് പറയുന്നത് എക്സിൻ്റെ വേറൊരു ഫംഗ്ഷൻ ആണെങ്കിൽ ഹൗ ടു ഇൻ്റഗ്രേറ്റ് യു ഇൻറ്റു വി ഇൻറ്റു ഡി എക്സ്. സപ്പോസ് യു എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷനും വി സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ദിസ് റൂൾ എങ്ങനെ കൊടുക്കാം? ഇറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് minus integral of derivative of the first function d by dx of u. U is the first function minus integral of differential coefficient of the first function into integral of second function. Second function എന്ന് പറയുന്നത് v ആണ്. So integral v into v dx the whole into dx. This is the rule according to u and v. First function into integral of second minus integral of derivative of first into integral of second the whole into dx. കാരണം ഇവിടെ വിത്തിൻ ദ ഇൻ്റഗ്രൽ ഒരു ഇൻ്റഗ്രൽ വരികയാണ്. ഈ ഇൻ്റഗ്രൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ബിഗ് ഇൻ്റഗ്രൽ കംപ്ലീറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് വൈ ദ ഹോൾ ഇൻറ്റു ഡി എക്സ് എന്ന് വരുന്നത്. സോ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കുക, എങ്ങനെയാണ് സെക്കൻഡ് ഫംഗ്ഷൻ എടുക്കുക എന്ന്. അതിന് ചില റൂൾസ് പറയുന്നുണ്ട്. ആ റൂൾസ് എന്തല്ല എന്നുള്ളതാണ് നമുക്ക് നോക്കാം. സോ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്താണെന്ന് മനസ്സിലാക്കി അതെങ്ങനെ റൂൾസ് എങ്ങനെ ഇൻ്റഗ്രൽ കൊടുക്കാം എന്നുള്ളതാണ്. അതായത് അതിൻ്റെ റൂൾ എന്താണെന്നുള്ളത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ആൻഡ് സോ ഓൺ അതെന്താണെന്ന്. സോ ഏതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാണ് സെക്കൻഡ് ഫംഗ്ഷൻ എന്നുള്ളത് ചൂസ് ചെയ്യുക. അതിൻ്റെ റൂൾസാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് റൂൾ പറയുന്നത് ഇഫ് എനി ഫംഗ്ഷൻ ഈസ് എ പവർ ഓഫ് എക്സ് ഓർ എ പോളിനോമിയൽ ഇൻ എക്സ് ടേക്ക് ഇറ്റ് ആസ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ. തന്നിരിക്കുന്ന പ്രൊഡക്റ്റ് ഓഫ് ഫംഗ്ഷൻസിലെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സിൻ്റെ പവറായിട്ട് വരിക, എക്സ് ക്യൂബ് എക്സ് റേസ് ടു 4 ഓർ സംതിങ് എക്സ്, എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് എക്സെട്ര ഓർ എ പോളിനോമിയൽ ഇൻ എക്സ്. Then take that as the first and naturally the other will be the second function. അങ്ങനെ എക്സിൻ്റെ പവറായി വരുന്നത് എപ്പോഴും ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കണം. സെക്കൻഡ് റൂൾ പറയുന്നത് ഇഫ് എനി ഫംഗ്ഷൻ ഈസ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഓർ ലോഗരിതമിക് ഫംഗ്ഷൻസ് ടേക്ക് ഇറ്റ് ആസ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ. ഗിവൺ പ്രൊഡക്റ്റ് ഓഫ് ഫംഗ്ഷൻസിൽ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഫംഗ്ഷൻ ആയിട്ട് വരും. ഇൻവേഴ്സ് ഫംഗ്ഷൻസ് നമുക്കറിയാം, സൈൻ ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ് ആൻഡ് സോ ഓൺ. അങ്ങനെയുള്ള ഫംഗ്ഷൻസോ ഓർ ലോഗരിതമിക് ഫംഗ്ഷൻസ് ആയിട്ട് വരിക, ലോഗ് എക്സ്, ലോഗ് ഓഫ് 2x, ലോഗ് ഓഫ് 1 + x സ്ക്വയർ, ലോഗ് ഓഫ് സംതിങ്. ലോഗരിതമിക് ഫംഗ്ഷൻ വന്നാൽ that will be the first function and the other will be the second. ഇങ്ങനെ വരുമ്പോൾ എപ്പോഴും ലോഗരിതമിക്കോ ഇൻവേഴ്സോ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കണം. തേർഡ് റൂൾ പറയുന്നത് ഇഫ് ദർ ഈസ് ഓൺലി വൺ ഫംഗ്ഷൻ വിച്ച് ഈസ് ലോഗരിതമിക് ഫംഗ്ഷൻ ഓർ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ദെൻ ടേക്ക് ഇറ്റ് ആസ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ ആൻഡ് യൂണിറ്റി ആസ് ദ സെക്കൻഡ് ഫംഗ്ഷൻ. തേർഡ് റൂൾ പറയുന്നത് പ്രൊഡക്റ്റ് ഫോമിൽ കാണുന്നില്ല, അതായത് ഇൻ്റഗ്രൽ ലോഗ് എക്സ്. ലോഗ് എക്സ് എന്നുള്ള ഇൻ്റഗ്രൽ ലോഗ് എക്സ് എന്ന് പറയുമ്പോൾ അവിടെ ലോഗ് എക്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ, നമുക്ക് പ്രൊഡക്റ്റായി കാണുന്നില്ല. ഇൻ്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സ്,
സോ സൈൻ ഇൻവേഴ്സ് എക്സ് എന്നുള്ളത് മാത്രമാണ് അവിടെ ഫംഗ്ഷൻ. അങ്ങനെ വരുമ്പോൾ അതിനെ ലോഗ് എക്സ് ഇൻറ്റു 1 ആക്കി എഴുതാം. സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1 സേ ഫോർ എക്സാമ്പിൾ. അങ്ങനെ വരുമ്പോൾ ലോഗറിതമിക്കോ ഇൻവേഴ്സോ ആണെങ്കിൽ അത് ഫസ്റ്റ് ഫംഗ്ഷനും യൂണിറ്റി അതായത് 1 സെക്കൻഡ് ഫംഗ്ഷൻ. സോ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് അതെങ്ങനെ റൂൾ കൊടുക്കാം, ഹൗ ടു ഡിസൈഡ്, എങ്ങനെ ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ ചൂസ് ചെയ്യുന്നുള്ളതും നമ്മൾ കണ്ടു. നൗ കമ്മിങ് ടു പ്രോബ്ലംസ്. ഫസ്റ്റ് പ്രോബ്ലം ഇൻറ്റഗ്രൽ എക്സ് ഇൻറ്റു കോസ് എക്സ്. ഇൻറ്റഗ്രൻറ്റ് ശ്രദ്ധിച്ചാൽ എക്സ് ഒരു ഫംഗ്ഷൻ, കോസ് എക്സ് അനദർ ഫംഗ്ഷൻ. So product of two functions വന്നു. So choose which will be the first. ഇവിടെ അറിയാം എക്സ് എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു റൂൾ 1 ആണ്. റൂൾ 1 പറയുന്നത് എക്സ് റേസ് ടു സം പവർ വരികയാണെങ്കിൽ ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1 ആണ്. അപ്പോൾ എക്സ് റേസ് ടു 1 എന്നുള്ള എക്സിൻ്റെ പവറായി വരുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് വിച്ച് ഈസ് എക്സ് ഇറ്റ് സെൽഫ്. സോ വി ടേക്ക് ദാറ്റ് ആസ് ദി ഫസ്റ്റ്. അവിടെ ചെറുതായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷനും മാർക്ക് ചെയ്യാം. നൗ ഡയറക്ട്ലി ഗിവ് ദ റിസൾട്ട്. നൗ വാട്ട് ഈസ് ദ റിസൾട്ട്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ദ ഹോൾ ഇൻറ്റു ഡി എക്സ്. ഇതാണ് റൂൾ പറയുന്നത്. First into integral of second minus integral of derivative of first into integral of second. ഇതിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ ചൂസ് ചെയ്യുന്നതിലാണ്. നൗ ഗോ ഫോർ ഇൻറ്റഗ്രേറ്റിംഗ്. കംപ്ലീറ്റ് ദ ഇൻറ്റഗ്രേഷൻ. എക്സ് ഇൻറ്റു ഇൻറ്റഗ്രൽ കോസ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ ഇൻറ്റഗ്രൽ കഴിഞ്ഞു. മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് കോസ് എക്സ് ഈസ് സൈൻ എക്സ്. This integral is over the whole into dx. Bracket ന്റെ പുറത്തുള്ള dx. Now again this integral to be completed. So x sin x minus integral 1 into sin x is sin x. Integral sin x is minus cos x. Minus of minus വരുമ്പോൾ ഇവിടെ plus cos x plus c എന്നുള്ളതാണ് ഉത്തരം വരും. Second one integral x e raised to x dx. വീണ്ടും ഇവിടെ എക്സിൻ്റെ പവർ ഉണ്ട്. സോ ദിസ് ഈസ് ഫസ്റ്റ്, ദിസ് ഈസ് സെക്കൻഡ്. അപ്ലൈ ദ റൂൾ. ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ക്ലോസ് ദ ഇൻറ്റഗ്രൽ. ഇനി റൂൾ ഇൻറ്റഗ്രൽ കൊടുക്കാം. എക്സ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് മൈനസ് ഇൻറ്റഗ്രൽ 1 ഇൻറ്റു ഇ റേസ് ടു എക്സ് ദ ഹോൾ ഇൻറ്റു ഡി എക്സ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഈസ് 1. ഇൻറ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഈസ് ഇ റേസ് ടു എക്സ് ദ ഹോൾ ഇൻറ്റു ഡി എക്സ്. Completing the integral x e raised to x minus 1 into e raised to x, e raised to x. Its integral again e raised to x plus c is the answer. X e raised to x minus e raised to x plus c. Next, integral log x dx. Next problem, integral log x into dx. ഇവിടെ ഇൻറ്റഗ്രൽ ലോഗ് എക്സ്. ഇൻറ്റഗ്രൻ്റ് എന്ന് പറയുന്നത് വെറും ലോഗ് എക്സ് ആണ്. ലോഗ് എക്സ് എന്ന് പറയുമ്പോൾ അവിടെ പ്രൊഡക്റ്റ് ആയിട്ട് കാണുന്നില്ല. ബട്ട് തന്നിരിക്കുന്ന ഫംഗ്ഷന് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഓർ ലോഗറിതമിക് ഫംഗ്ഷൻ തനിയായി നിൽക്കുന്നതെങ്കിൽ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻറ്റഗ്രൽ ലോഗ് എക്സ് ഇൻറ്റു 1 ഇൻറ്റു ഡി എക്സ്. ആദ്യം തന്നെ അതിനെ പ്രൊഡക്റ്റ് ആയിട്ട് ലോഗ് എക്സ് ഇൻറ്റു 1 എഴുതുക. Then take inverse function or logarithmic function as the first. So log x ആണ് ഇവിടെ. So it is the first function. Unity അതായത് 1 എന്ന് പറയുന്നത് second function ആയിട്ട് വരും. Now apply the rule which is equal to first function into integral of second minus integral of derivative of log x into integral of second. The rule. Now give the integral. So log x into integral 1 dx is x minus integral derivative of log x is 1 by x. Derivative of log x 1 by x ആണ്. Integral 1 dx x ആണ്. Complete the integral by putting whole into dx. This is equal to
log x into x minus x cancel ആയി remaining integral 1 dx which is x plus c is the required answer. One more example. Integral x square e raised to x into dx. അടുത്ത എക്സാമ്പിൾ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇവിടെ എക്സ് റേസ് ടു പവർ ഉണ്ട്, ആയതുകൊണ്ട് എക്സ് സ്ക്വയർ ഫസ്റ്റ് ഫംഗ്ഷൻ ഇ റേസ് ടു എക്സ് സെക്കൻഡ് ഫംഗ്ഷൻ. റൂൾ കൊടുക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. റൂൾ കൊടുത്തു. നൗ this is x square into e raised to x integral e raised to x minus integral derivative of x square എന്ന് പറയുന്നത് 2x ആണ്. So 2x again integral e raised to x is e raised to x the whole into dx. ഇവിടെ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ അറിയാം 2 കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കാം. ബട്ട് റിമൈനിങ് ഈസ് അഗെയിൻ പ്രൊഡക്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്ന് പറയുന്ന വീണ്ടും പ്രൊഡക്റ്റായി വരുന്ന ഒരു ഇൻ്റഗ്രലാണ്. സോ അഗെയിൻ ദെയർ അപ്ലൈ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്നുള്ളത് വീണ്ടും ഇവിടെ അപ്ലൈ ചെയ്തിട്ട് വേണം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. സോ ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് മൈനസ് 2 ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ഇ റേസ് ടു എക്സ് ഡി എക്സ്. 2 കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുത്തത് ഇവിടെ പ്രൊഡക്റ്റ് ആയ കാരണം വീണ്ടും അതിനെ എക്സ് പവർ ഉള്ള സ്ഥിതി എക്സിൻ്റെ പവർ ആയതുകൊണ്ട് എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇ റേസ് ടു എക്സ് വിൽ ബി ദി സെക്കൻഡ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് മൈനസ് 2 ഇൻറ്റു ബ്രാക്കറ്റ് -2 കഴിഞ്ഞ് ഈ ഇൻ്റഗ്രലിന് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്, അതുകൊണ്ട് പുട്ട് ബിഗ് ബ്രാക്കറ്റ്. സോ അപ്ലൈ ദ റൂൾ. First function into integral of second minus integral of derivative of first function into integral of second. Close the bracket. This integral this big bracket complete here. So it is x square e raised to x minus 2 into x e raised to x minus derivative of x1 e raised to x integral e raised to x തന്നെ വീണ്ടും അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to x തന്നെ കിട്ടും. So e raised to x close the bracket plus c is the required answer. So x square e raised to x minus 2 into x e raised to x minus e raised to x plus c ആണ് ഉത്തരം വരിക. സോ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൽ വീണ്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വരാവുന്നതാണ്. സോ ദെയർ അഗെയിൻ യു ഹാവ് ടു അപ്ലൈ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. വീണ്ടും കൂടുതൽ പ്രോബ്ലംസ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൽ നോക്കാം. ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു ലോഗ് എക്സ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് എക്സിൻ്റെ പവറായി വന്നിട്ടുണ്ട്. ബട്ട് അതർ ഫംഗ്ഷൻ ഈസ് ലോഗ് എക്സ് ലോഗറിതമിക് ഫംഗ്ഷൻ. തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ ലോഗറിതമിക്കോ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസോ ഉണ്ടെങ്കിൽ അതാണ് എപ്പോഴും ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കി എടുക്കേണ്ടത്. ദ അതർ ഈസ് എക്സ് റേസ് ടു എൻ എന്നുള്ള ഫോം ആണ് എങ്കിലും ബട്ട് ലുക്കിംഗ് ടു ദ അതർ വൺ ഈസ് ലോഗറിതമിക് ഫംഗ്ഷൻ. അതുകൊണ്ട് ലോഗ് എക്സ് ഫസ്റ്റ് ഫംഗ്ഷനും എക്സ് സെക്കൻഡ് ഫംഗ്ഷനും ആയിട്ടാണ് എടുക്കുന്നത്. സോ ടേക്കിംഗ് അപ്ലൈയിങ് ദ റൂൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് minus integral of derivative of first function into integral of second. Derivative of first into integral of second. Integral കൊടുക്കാം which is log x into integral x എന്ന് പറയുന്നത് x square by 2 minus integral derivative of log x again derivative of log x 1 by x integral x x square by 2 ആണ് into dx വരും. Now x square by x എന്ന് പറയുമ്പോൾ 1x cancel ആയി. So remaining log x into x square by 2 minus 1 by 2 integral x dx എന്ന് വരും. 1 by 2 constant taken outside x square by x ഇല്ല ബാക്കിയുള്ള x. Now what is again integral x which is x square by 2. So this is log x into x square by 2 minus half into x square by 2 plus c is the answer, or log x into x square by 2 minus x square by 4 plus c is the required answer. Let us consider one more. Integral x into log 2x dx.
x into log 2x dx. വീണ്ടും logarithmic function ആണ്. It is first, x is second function. Rule കൊടുക്കാം. First function into integral of second minus integral of derivative of first function into integral of second into integral of second. This is equal to log 2x into integral x എന്ന് പറയുന്നത് x square by 2 minus integral derivative of log 2x. Log 2x derivative 1 by 2x വരും. 2x ൻ്റെ derivative 2. Function of a function. Log x ആണ് 1 by x. അപ്പോൾ log 2x 1 by 2x. 2x ൻ്റെ derivative into 2 into x square by 2 integral x ൻ്റെ the whole into dx. വീണ്ടും integral കാണാനുണ്ട്. ഇവിടെ 2 cancel ചെയ്യാം. 1 of x cancel ചെയ്യാം. So this is log 2x into x square by 2. ഇവിടെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 1 by 2 പുറത്തേക്ക് എടുക്കാം. റിമൈനിങ് ഇൻറ്റഗ്രൽ എക്സ് വരും, വിച്ച് ഈസ് അഗെയിൻ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി ഈസ് ദ റിക്വയർഡ് ആൻസർ. മൈനസ് 1 by 2 ഇൻറ്റു integral x. Integral x is x square by 2 plus c is the answer. One more problem. Integral x square into log x dx. Integral x square into log x. വീണ്ടും logarithmic function ആണ്. So that is first, x square is second. Apply the rule. So first function into integral of second minus integral of derivative of first function into integral of second. Integral of second എന്ന് പറയുന്നത് x square ആണ്. So it is log x into x square integral എന്ന് പറയുന്നത് x cube by 3 x raised to n plus 1 by n plus 1 minus integral derivative of log x എന്ന് പറയുന്നത് 1 by x integral x square എന്ന് പറയുന്നത് x cube by 3 the whole into dx. Continuing, so log x into x cube by 3 minus 1 by 3 constant പുറത്തേക്ക് എടുക്കാം. ഇവിടെ 1x and x cube by x ലെ 1x cancel ആയ remaining x square ആണ്. So again integral x square will give x cube by 3 plus c is the required answer. Or log x into x cube by 3 minus x cube by 9 plus c is the answer. Next problem എന്ന് പറയുന്നത് x into sec square x. Product formula തന്നെയാണ്. One is x, the other is sec square x. സോ ഏതായിരിക്കും ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കുക? എക്സ് റേസ് ടു എൻ എന്നുള്ള ഫോം ഉള്ളത് കൊണ്ട് അതിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം. അതർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലോഗറിതമിക്കോ ഇൻവേഴ്സോ അല്ല, അതുകൊണ്ട് എക്സ് റേസ് ടു എൻ അവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം. സോ ഫസ്റ്റ് ഫംഗ്ഷൻ, സെക്കൻഡ് ഫംഗ്ഷൻ, അപ്ലൈ ദ റൂൾ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് the whole into dx. Integration കൊടുക്കാം. So x into integral sec square x എന്ന് പറയുന്നത് tan x ആണ്. tan x ഡെറിവേറ്റീവ് ആണ് sec square x. മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് 1 into tan x dx 1 into integral sec square x എന്ന് പറയുന്നത് tan x ആണ്. The whole into dx. Now this is x tan x മൈനസ് ഇൻറ്റഗ്രൽ 1 ഇൻറ്റു ടാൻ എക്സ് ആണ്. ഇൻറ്റഗ്രൽ ടാൻ എക്സ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലോഗ് സീക്ക് എക്സ് ആണ് അതിൻ്റെ ഇൻറ്റഗ്രൽ. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. സോ ഇൻറ്റഗ്രൽ ടാൻ എക്സ് എന്ന് പറയുന്നത് ലോഗ് സീക്ക് എക്സ് പ്ലസ് സി ഈസ് ദ ഫൈനൽ ആൻസർ. നെക്സ്റ്റ് വൺ, ഇൻറ്റഗ്രൽ എക്സ് log x the whole square into dx എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം? one is x, the other is log x whole square. ലോഗറിതമിക് ഫംഗ്ഷൻ ഉള്ള കാരണം അത് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കണം. സോ ദിസ് ഈസ് ഫസ്റ്റ്, ദിസ് ഈസ് സെക്കൻഡ്. അപ്ലൈ ദ റൂൾ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു
integral of second. First function, derivative of first function log x whole square into integral of second. Integration കൊടുക്കാം. So log x the whole square into integral x എന്ന് പറയുന്നത് x square by 2 ആണ് minus integral derivative of log x whole square function of a function rule. So log x whole square എന്ന് പറയുന്നത് 2 log x ആണ്. Then derivative of log x എന്ന് പറയുന്നത് 1 by x. Chain rule. 2 log x, x raised to n form. So nx raised to n minus 1. Then log x, which is 1 by x, into integral x എന്ന് പറയുന്നത് x square by 2. So small integral is over. Now the big integral is remaining. അപ്പോൾ integral x square by 2. So all into dx. Now this is log x the whole square into x square by 2 minus 2 log x into 1 by x into x square by 2 le 2 cancel, 1 of x cancel. So remaining x into log x into dx. 2 cancel aayi, x square by x le 1x remaining. Then the remaining function is x into log x എന്നുള്ളതാണ് remaining. ഇനി ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് വീണ്ടും കാണാം നമുക്കിവിടെ ഇത് പ്രൊഡക്റ്റ് ഫോമിലാണ് ആൻഡ് വൺ ഈസ് ലോഗരിതമിക്. അതുകൊണ്ട് വീണ്ടും ഇവിടെ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ബൈ ടേക്കിംഗ് ലോഗ് എക്സ് ആസ് ഫസ്റ്റ് ഫംഗ്ഷൻ ആൻഡ് എക്സ് ആസ് ദി സെക്കൻഡ് ഫംഗ്ഷൻ. വീണ്ടും ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് കൊടുക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു going back here. So it is log x the whole square into x square by 2 minus bracket ഇടുക കാരണം we are applying integration by parts again here. So first function into integral of second minus integral of derivative of first function into integral of second. Close the integral, close the bracket. Minus integral derivative of first into integral of second. Applying. So it is log x the whole square into x square by 2 minus bracket log x into x square by 2 minus integral log x derivative 1 by x, x into integral x square by 2 into dx എന്നുള്ളതാണ്. Close the bracket. So here again 1 of x get cancelled. So the final answer is log x the whole square into x square by 2 minus bracket log x into x square by 2 minus 1 by 2. Constant 1 by 2 പുറത്തേക്ക് എടുത്തു. Integral x remains. Integral x എന്ന് പറയുന്നത് x square by 2. Close the bracket plus c. Integration is over. So log x whole square into x square by 2 minus log x into x square by 2 minus of minus plus ആവും plus x square by 4 plus c എന്ന് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പ്രോബ്ലം integral x square plus 1 into log x. x square plus 1 into log x into dx. x square plus 1 log polynomial ആയി. log x logarithmic function. So first function എന്ന് പറയുന്നത് log x ആണ്. First function, second function. Applying the rule, first into integral of second minus integral of derivative of first into integral of second the whole into dx. Rule apply ചെയ്തു. ഇനി integrate ചെയ്യാം. So log x into integral x square plus 1 എന്ന് പറയുന്നത് sum of two functions ആയി. So integrate term by term. Integral x square എന്ന് പറയുന്നത് x cube by 3. Integral 1 എന്ന് പറയുന്നത് x ആണ്. Minus integral derivative of log x is 1 by x. Now integral of x square plus 1 എന്ന് പറയുന്നത് x cube by 3 plus x the whole into dx. Now 1 by x എന്നുള്ളത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് സിംപ്ലിഫൈ എടുത്ത് ചെയ്യാവുന്നതാണ്. സോ log x into x cube by 3 plus x minus integral
എക്സ് ക്യൂബ് ബൈ എക്സ് വരുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 3 എന്ന് വരും. പ്ലസ് 1 ബൈ എക്സ് ഇൻറ്റു എക്സ് എന്ന് വരുമ്പോൾ 1 ഇൻറ്റു ഡി എക്സ്. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാണ്. 1 ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3x. സോ 1x ക്യാൻസൽ ചെയ്താൽ എക്സ് സ്ക്വയർ ബൈ 3 പ്ലസ് 1 ബൈ എക്സ് ഇൻറ്റു എക്സിൽ 1 റിമെയിൻസ്. നൗ ഇൻറ്റഗ്രേറ്റ് അഗെയിൻ. ഇൻറ്റഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല. സോ വീണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. സോ ലോഗ് എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് എക്സ് മൈനസ് പുട്ട് ബ്രാക്കറ്റ് മൈനസ് സം ഓഫ് 2 ടേംസ് ആയതുകൊണ്ട് മൈനസ് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഇടാം. നൗ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ബൈ 3 വരും. ആ 3 ഇൻറ്റു 3 ആവുമ്പോൾ ദിസ് ബിക്കംസ് 9 ഹിയർ. എക്സ് സ്ക്വയർ ഇൻറ്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3. ഡിനോമിനേറ്ററിൽ ഒരു 3 കൂടി ഉണ്ട്. സോ 3 ഇൻറ്റു 3 ബിക്കംസ് 9 പ്ലസ് ഇൻറ്റഗ്രൽ 1 വിച്ച് ഈസ് എക്സ് integration over. So the answer is log x into x cube by 3 plus x minus x cube by 9 minus x plus c is the required answer. അടുത്തത് integral e raised to x into sin x dx. integral e raised to x sin x dx എന്ന ഫംഗ്ഷനിൽ പ്രൊഡക്റ്റ് ഫോം തന്നെയാണ്. e raised to x അടുത്തത് sin x. ബട്ട് കമ്പയർ വിത്ത് ദ റൂൾസ് ഗിവൺ. നമ്മൾ പഠിച്ചിട്ടുള്ള റൂൾസിൽ ഏതെങ്കിലും ഇവിടെ ഫോളോ ചെയ്യുമോ നോക്കാം. എക്സ് റേസ് ടു എന്നിൻ്റെ പവറായി വരുന്ന ഫംഗ്ഷൻ ഉണ്ടോ നോക്കാം. ഇല്ല. 1 ഈസ് ഇ റേസ് ടു എക്സ്, ദ അതർ ഈസ് സൈൻ എക്സ്. ലോഗറിതമിക്കോ ഇൻവേഴ്സോ ഫംഗ്ഷൻ ഇല്ല. പ്രൊഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ തന്നിരിക്കുന്ന ഇൻറ്റഗ്രലിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ലെറ്റ് ഇറ്റ് ബി ഐ. So we take let I is equal to integral e raised to x sin x into dx. സോ അങ്ങനെ വരുമ്പോൾ അതായത് രണ്ട് ഫംഗ്ഷൻസും ഇവിടെ ഇൻറ്റഗ്രബിൾ ആണ്. ഇ റേസ് ടു എക്സ് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ് വിച്ച് ഈസ് ഇ റേസ് ടു എക്സ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. ഇൻറ്റഗ്രബിൾ ആണത്. അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ ലെറ്റസ് ടേക്ക് ഇറ്റ് ആസ് ഐ എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ടേക്ക് എനി വൺ ആസ് ദ ഫസ്റ്റ് ആൻഡ് ദ അതർ ആസ് ദ സെക്കൻഡ് എന്നാണ് റൂള്. ഇവിടെ ഇ റേസ് ടു എക്സ് ഫസ്റ്റ് ആയിട്ട് എടുക്കാം, സൈൻ എക്സ് ആസ് സെക്കൻഡ്, ഓർ സൈൻ എക്സ് ഫസ്റ്റ് ആയിട്ട് എടുക്കാം, ഇ റേസ് ടു എക്സ് ആസ് സെക്കൻഡ്. So let us take e raised to x as first, sin x as second function. Integrate. So this is equal to first function into integral of second minus integral of derivative of first into integral of second. Close the integral. Now integral apply cheyam. So e raised to x into minus cos x minus integral derivative of e raised to x is e raised to x, integral sin x is minus cos x all into dx. So this is minus e raised to x cos x minus of minus plus integral e raised to x cos x into dx എന്ന് വരും. മൈനസ് ഓഫ് മൈനസ് ബിക്കംസ് പ്ലസ്. വീണ്ടും ഇവിടെ പ്രൊഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് ആണ്. ഇ റേസ് ടു എക്സും കോസ് എക്സും ആണ് ഫംഗ്ഷൻ. So take again e raised to x as first, cos x as second, and again integrate by parts. So this is minus e raised to x cos x plus integration by parts. ഇവിടെ പ്ലസ് കഴിഞ്ഞ് ബ്രാക്കറ്റ് ഇടണമെന്നില്ല, ബിക്കോസ് there is no constant nor negative. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. So first function into integral of second minus integral of derivative of first function into integral of second. So again closing the applying the integral minus e raised to x cos x plus e raised to x integral cos x is sin x minus integral derivative of e raised to x. e raised to x ആണ്, integral cos x എന്ന് പറയുന്നത് sin x ആണ് into dx. വീണ്ടും ഇവിടെ integral e raised to x sin x വരികയാണ്, which is the given problem. e raised to x sin x എന്ന് പറയുന്നത് തന്നിരിക്കുന്ന പ്രോബ്ലം അതിനെ ഐ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ലാസ്റ്റ് ടേം, ഈ ലാസ്റ്റ് ടേം എന്നുള്ളത് ഇവിടെ വീണ്ടും ഐ ഇ റേസ് ടു എക്സ് സൈൻ എക്സ് വന്നതുകൊണ്ട് നമുക്കതിന് ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ഹാവ് ഐ ഈസ് ഈക്വൽ ടു മൈനസ് ഇ റേസ് ടു എക്സ് കോസ് എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് സൈൻ എക്സ് മൈനസ് ഐ എന്ന് കൊടുക്കാം. മൈനസ് ഇ റേസ് ടു എക്സ് കോസ് എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് സൈൻ എക്സ് മൈനസ് ഐ. നൗ
minus I bring to the left side, which becomes plus I. So I plus I is equal to minus e raised to x cos x plus e raised to x sin x എന്ന് വരും. I plus I 2i. So 2i is equal to the right hand side. So I is equal to minus e raised to x cos x plus e raised to x sin x the whole divided by 2. This is the answer. ഇവിടെ I എന്ന് പറയുന്നതാണ് given question. അതിന് I എന്നുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു എന്ന് മാത്രം. So the given problem is the I. So I ന്റെ വാല്യൂ ആണ് കിട്ടേണ്ടത്. I ഇവിടെ ഇന്റഗ്രൽ എല്ലാം ക്ലോസ് ചെയ്തിട്ട് we have minus e raised to x cos x plus e raised to x sin x by 2, or you can take e raised to x outside. So e raised to x into sin x minus cos x by whole divided by 2 plus c is the required answer. Similar problem, e raised to 2x into sin x. ശ്രദ്ധിക്കാം, e raised to 2x ഒരു ഫംഗ്ഷൻ, sin x ഒരു ഫംഗ്ഷൻ. നമ്മൾ പഠിച്ചിട്ടുള്ള ആ 3 റൂളിലും വരുന്നില്ല. അതുകൊണ്ട് ആൻഡ് ബോത്ത് ആർ ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻസ്. e raised to 2xും sin xും ഇൻറ്റഗ്രബിൾ ആണ്. therefore അതിന് I എന്ന് കൊടുക്കാം. So first step, let I equal to the given problem. I എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു തന്നിരിക്കുന്ന പ്രോബ്ലം. Now let us integrate by taking e raised to 2x as first and sin x as the second function. So first function into integral of second minus integral of derivative of first function into integral of second the whole into dx. Now it is e raised to 2x into integral sin x എന്ന് പറയുന്നത് minus cos x minus integral of derivative of e raised to 2x is e raised to 2x into 2 function of a function rule into minus cos x the whole into dx. ഇവിടെ minus of minus plus ആവും, 2 constant പുറത്തേക്ക് എടുക്കാം. So minus e raised to 2x cos x plus twice integral e raised to 2x cos x into dx. വീണ്ടും ഇവിടെ product of two functions ആണ്. One is e raised to 2x, the other is cos x. So take this as the first, this as the second. വീണ്ടും ഇവിടെ I എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ പോവണ്ട. We take e raised to 2x as first and cos x as the second. കാരണം I എന്ന് പറയുന്നത് തന്നിരിക്കുന്ന പ്രോബ്ലം ആണ്. So we again integrate by parts here. So minus e raised to 2x into cos x plus 2 into വീണ്ടും integration by parts for this integral, and since 2 is outside the integral 2 into bracket ഇടാം. Now first function into integral of second minus integral of derivative of first function into integral of second. Close the bracket. Next step, applying the integration. Integration apply ചെയ്യുമ്പോൾ, so minus e raised to 2x cos x plus 2 into ഇവിടെ integral കൊടുക്കാം. e raised to 2x integral cos x എന്ന് പറയുന്നത് sin x ആണ്. Minus integral of derivative of e raised to 2x is e raised to 2x into 2 function of a function rule. Integral cos x എന്ന് പറയുന്നത് sin x ആണ്, whole into dx. So again in this integral 2 constants പുറത്തേക്ക് എടുക്കാം. Remaining integral e raised to 2x sin x എന്നുള്ള വീണ്ടും വരികയാണ്, which is e raised to 2x sin x integral എന്ന് പറയുന്നത് I ആണ്. So again that integral വീണ്ടും integrate ചെയ്യാതെ അതിന് substitution I എന്ന് കൊടുക്കാം. So this is equal to, so going back, so we have I is equal to minus e raised to 2x cos x plus 2 into bracket e raised to 2x sin x minus 2 into integral e raised to 2x sin x into dx. Close the bracket. ഇവിടെയാണ്
minus 2 into integral e raised to 2x sin x dx, which is I again. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സോ I is equal to minus e raised to 2x cos x plus 2 into e raised to 2x sin x minus 2 into I. ഇത്രയും ഇൻറ്റഗ്രൽ I ആണ്. അതുകൊണ്ട് അതിന് I എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. Now simplify and get the value of I. ഇവിടെ 2 എന്നുള്ളത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. minus e raised to 2x cos x plus 2 e raised to 2x sin x 2 into minus 2i minus 4i. Minus 4i bring to the left. അപ്പോൾ I plus 4i ആയി, which is 5i is equal to minus e raised to 2x cos x plus 2 e raised to 2x sin x. Therefore, I is equal to, ഇതിന്ന് I is 5i minus 4i left hand side plus 4i, I plus 4i, 5i equal to the right hand side. Idunna I equal to the right hand side all divided by 5 is the final answer. So I is equal to minus e raised to 2x cos x plus 2 e raised to 2x sin x the whole divided by 5 plus c is the answer. Integral x square e raised to x cube. Product of two functions തന്നെയാണ്. എക്സ് സ്ക്വയറും ഇ റേസ് ടു എക്സ് ക്യൂബും. എക്സിന് പവർ ഉണ്ട് എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ, അതിൽ എക്സ് സ്ക്വയർ എക്സിസ്റ്റ് ചെയ്യുന്ന കാരണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാം. സോ പുട്ട് എക്സ് ക്യൂബ് ആസ് യു, 3x സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ്, ഡി എക്സ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ഡി യു. സോ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്നത് ഡി യു ബൈ 3 ആണ്. So going back to the integral, this is integral e raised to u du by 3 എന്ന് വരും. e raised to u x square dx എന്ന് പറയുന്നത് du by 3 ആണ്. Now 1 by 3 constant പുറത്തേക്ക് എടുക്കാം. e raised to u du, u വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. e raised to u which is e raised to u itself. So 1 by 3 e raised to u plus c is the answer. Substituting for u, 1 by 3 e raised to x cube plus c is the required answer. So integration by parts പോവാതെ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി കുറച്ചും കൂടി സിമ്പിളർ ഫോമിലേക്ക് കിട്ടി. ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സിലെ അടുത്ത പ്രോബ്ലം ഇൻറ്റഗ്രൽ എക്സ് ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ഡി എക്സ്. രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. വൺ ഈസ് എക്സ്, ദ അതർ ഈസ് സൈൻ ഇൻവേഴ്സ് എക്സ്. ഇവിടെ എക്സ് റേസ് ടു പവർ വന്നാലും അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഫംഗ്ഷനാണ്. ഇൻവേഴ്സ് ഓർ ലോഗറിതമിക് വന്നാൽ എപ്പോഴും അതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കേണ്ടത്. സോ ഹിയർ വി ടേക്ക് സൈൻ ഇൻവേഴ്സ് ആസ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ, എക്സ് ആസ് ദി സെക്കൻഡ് ഫംഗ്ഷൻ. അപ്ലൈ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ്. റൂൾ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ into integral of the second. ആദ്യം റൂൾ ചെയ്ത് now apply the integral. So sin inverse x into integral x raised to 1, x raised to 1, x raised to n standard form. അതുകൊണ്ട് x square by 2 is the integral minus integral derivative of sin inverse x 1 by root of 1 minus x square ആണ്. Derivative of sin inverse x into integral of x square by 2 the whole into dx. Now ഈ integral complete ചെയ്യാനായിട്ട് 1 by 2 constant പുറത്തേക്ക് എടുക്കാവുന്നതാണ്. So sin inverse x into x square by 2 minus integral minus 1 by 2 integral x square by root of 1 minus x square into dx. x square by root of 1 minus x square. Denominator 1 minus x square എന്നുള്ള ഫോമാണ്. ന്യൂമറേറ്റർ x square ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലും x square ആയതുകൊണ്ട് നമുക്ക് സാധ്യമല്ല. സോ ഇവിടെ 1 minus x square ആയതുകൊണ്ട് ന്യൂമറേറ്റർ let us add -1 and +1. ന്യൂമറേറ്ററിൽ +1, -1 add and subtract. That is what we have done. Now sin inverse x into x square by 2 minus half integral x square minus 1 എന്നുള്ളത് ഗ്രൂപ്പ് ചെയ്താൽ x square minus 1 എന്നുള്ളത് ഗ്രൂപ്പ് ചെയ്യാം. Now divide term by term.
So x square minus 1 by root 1 minus x square plus 1 by root 1 minus x square the whole into dx. X square by root of 1 minus x square ആയിരുന്നു. Add and subtract 1. X square minus 1 group ചെയ്യുക, term by term divide ചെയ്യുക. X square minus 1 by root 1 minus x square 1 by root of 1 minus x square. ഇവിടെ x square minus 1 ആണ് and denominator is 1 minus x square ആയതുകൊണ്ട് same denominator വരുത്താൻ വേണ്ടിയിട്ട് let us take minus outside in the first integral. So sin inverse x into x square by 2 minus half integral negative of 1 minus x square by root of 1 minus x square plus 1 by root of 1 minus x square the whole into dx. Now 1 minus x square വന്നിട്ടുണ്ട്, but denominator root of 1 minus x square ആണ്. നമുക്ക് റൂട്ടിൻ്റെ ഫോർമുല എഴുതാണെങ്കിൽ 1 മൈനസ് എക്സ് സ്ക്വയറിന് റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ ആണെന്ന് അറിയാം. കാരണം റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് ആണ് എക്സ് എന്ന് പറയുന്നത്. റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് ആണ്. സോ എക്സ് എന്നുള്ളതിന് റൂട്ടിൻ്റെ ഫോമിൽ എഴുതണമെങ്കിൽ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് എഴുതാം. സിൻസ് ഹിയർ ഡിനോമിനേറ്റർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആയതുകൊണ്ടാണ് സ്ക്വയർ റൂട്ട് റെപ്രസെൻറ്റേഷനിൽ ന്യൂമറേറ്റർ എഴുതുന്നത്. നൗ ആൻഡ് ഓൾസോ ഷിഫ്റ്റ് ദ ഇൻറ്റഗ്രൽ ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ്, sin inverse x into x square by 2 minus half into bracket integral shift ചെയ്യാം. So integral minus root of 1 minus x square into root of 1 minus x square by root 1 minus x square. ഫസ്റ്റ് ഇൻറ്റഗ്രൽ ഇതിനെ റൂട്ട് റെപ്രസെൻറ്റേഷനിൽ എഴുതിയിരിക്കുകയാണ്. പ്ലസ് നെക്സ്റ്റ് ഇൻറ്റഗ്രൽ 1 by root of 1 minus x square 1 by root of 1 minus x square into dx. Close the bracket. ഇനി term by term integrate ചെയ്യാം. So sin inverse x into x square by 2 minus half into integral 1 of root 1 minus x square cancel ആയി പോയി. So remaining negative root of 1 minus x square into dx plus integral. ഈ integral direct standard form ആണ്. 1 by root of 1 minus x square എന്ന് പറയുന്നത് 1 square minus x square 1 minus root of 1 minus root of a square minus x square form 1 by root of a square minus x square എന്ന് പറയുന്നത് sin inverse x by a ആണ്. So here it is sin inverse x by 1 and close the bracket. So within bracket second integral കഴിഞ്ഞിരിക്കുകയാണ്. But still again first integral again integrate ചെയ്യാനായിട്ട് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഫോം 1 എന്നുള്ളത് 1 സ്ക്വയർ. സോ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഫോം റൂട്ട് ഓഫ് എ ഇൻറ്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം കൊടുക്കാവുന്നതാണ്. സോ സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് ഹാഫ് ഇൻറ്റു നെഗറ്റീവ് ഓഫ് ഇൻറ്റഗ്രൽ അപ്ലൈ ചെയ്യാണ്. റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് x by 2 root of a square minus x square plus a square by 2 which is 1 by 2 1 square by 2 which is 1 by 2 sin inverse x by a root of a square minus x square. So root of sin inverse x by 1 and close the result is over plus sin inverse x plus c is the integral. കംപ്ലീറ്റ് ഇൻറ്റഗ്രേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. സോ ദിസ് ഈസ് ദ ആൻസർ. ഇനി മൈനസ് ഹാഫ് വേണമെങ്കിൽ ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെടുത്ത് സിംപ്ലിഫൈ ചെയ്യാവുന്നതാണ്. സോ മൈനസ് ഹാഫ് ഇൻറ്റു മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് ആയി, മൈനസ് ഹാഫ് ഇൻറ്റു പ്ലസ് ഹാഫ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് 1/4 ഇൻറ്റു ആൻഡ് സോ ഓൺ ഇറ്റ് ഗോസ്. So anyway put bracket if you are keeping minus half outside. So minus half into my negative x by root of a square minus x square form 1 by integral 1 by root of a square minus x square. This is the result. Next similar problem, integral x into tan inverse x dx. Same as the previous problem, tan inverse x first function ആയിട്ട് എടുക്കണു, x second function. Apply integration by parts.
first function into integral of second minus integral of derivative of the first function d by dx of tan inverse x into integral x the whole into dx. Integral kodukam. So tan inverse x into integral x square by 2 minus integral of derivative of tan inverse x 1 by 1 plus x square into integral x which is x square by 2 into dx. Next step, tan inverse x into x square by 2 1 by 2 constant പുറത്തേക്ക് എടുക്കാം remaining integral x square by x square plus 1 into dx. So integral x square by x square plus 1 into dx ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഇവിടെ ഡിഗ്രി സെയിം ആണ്. ഡിഗ്രി സെയിം ആയി വന്നാൽ ലോങ് ഡിവിഷൻ പ്രോസസ്സ് വെച്ചിട്ട് നമുക്കിതിനെ കംപ്ലീറ്റ് ചെയ്യാം. ഓർ എൽസ് ആസ് ബിഫോർ ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ പ്ലസ് 1 ആയതുകൊണ്ട് ഇവിടെ ന്യൂമറേറ്റർ ആഡ് 1 ആൻഡ് സബ്ട്രാക്ട് 1. Numerator add 1 and subtract 1 and group x square plus 1 കാരണം x square plus 1 ആണ് ഡിനോമിനേറ്ററിൽ ഉള്ളത്. അതുകൊണ്ട് x square plus 1 group it minus 1 by x square plus 1. ഡിനോമിനേറ്റർ എന്താണോ അതിനനുസരിച്ച് ഗ്രൂപ്പ് ചെയ്യണം. So it is tan inverse x into x square by 2 minus half into integral x square plus 1 by x square plus 1 minus 1 by x square plus 1 into dx. Term by term divide ചെയ്തിരിക്കുകയാണ്. Now x square plus 1 x square plus 1 cancel ചെയ്താൽ integral 1 ആയി അവിടെ. Now this is 1 by 1 plus x square which is standard form 1 by a square plus x square എന്ന് പറയുന്നത് 1 by a tan inverse x by a or 1 by 1 plus x square എന്ന് പറയുന്നത് tan inverse x ന്റെ ഡെറിവേറ്റീവ് ആണ്. So directly result കൊടുക്കാം. So in the next step tan inverse x into x square by 2 minus half into integral 1 into dx minus integral 1 by 1 plus x square into dx close the bracket. Minus half is outside. Term by term integral shift ചെയ്തു. So integral 1 dx minus integral 1 by 1 plus x square dx. Now standard form ആണ്. Directly result കൊടുക്കാം. Minus half into integral 1 is x minus integral 1 by 1 plus x square is tan inverse x. Integral is over. Close the bracket. So plus c is the required answer. അടുത്ത പ്രോബ്ലം ആണ് integral x sin inverse x by root of 1 minus x square. ഇവിടെ പ്രൊഡക്റ്റ് ഫോമിൽ കൂടാതെ തന്നെ ഡിനോമിനേറ്റർ വന്നിരിക്കുകയാണ്. അങ്ങനെ വന്നാലും നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. സോ ടേക്ക് ദാറ്റ് ആസ് വൺ ഫംഗ്ഷൻ ആൻഡ് റിമൈനിങ് ബാക്കിയുള്ളത് അടുത്ത ഫംഗ്ഷൻ ആക്കി എടുക്കാം. അതായത് തന്നിരിക്കുന്ന പ്രോബ്ലം ഇൻറ്റഗ്രൽ എക്സ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളത് ഒരു ഫംഗ്ഷൻ ആക്കി എടുത്തിട്ട് അടുത്തത് സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഡി എക്സ് ആയിട്ട് എഴുതാവുന്നതാണ്. Now പ്രൊഡക്റ്റിൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഓർ ലോഗറിതമിക് വന്നാൽ എപ്പോഴും അതാണ് ഫസ്റ്റ്. സോ സൈൻ ഇൻവേഴ്സ് എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ ആൻഡ് ഇൻറ്റഗ്രൽ എക്സ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളത് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്ലൈ ദ റൂൾ. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് whole into dx. റൂൾ ആണ് അപ്ലൈ ചെയ്തത്. ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇൻറ്റു ഡി എക്സ്. ഇവിടെ ഇൻറ്റഗ്രൽ എക്സ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്നത് ഡയറക്റ്റ്ലി നമുക്ക് ഇൻറ്റഗ്രേഷൻ ചെയ്ത് അവിടെ കൊടുക്കാവുന്ന റിസൾട്ട് അല്ല. നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാവുന്നുണ്ട്. അതുകൊണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ആ സ്റ്റെപ്പിലേക്ക് വരാവുന്നതാണ്. സോ ലെറ്റ് us മാർക്ക് ദിസ് ഇക്വേഷൻ ആസ് സ്റ്റെപ്പ് ഇക്വേഷൻ 1. നൗ ഇൻറ്റഗ്രൽ എക്സ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അത് എടുക്കാം. സോ ഇൻറ്റഗ്രൽ എക്സ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് എക്സ് സ്ക്വയർ ഇൻറ്റഗ്രൽ 2x ആണ് ആൻഡ് എക്സ് ഈസ് ദെയർ ഇൻ ദ ന്യൂമറേറ്റർ. അതുകൊണ്ട് ഡിനോമിനേറ്ററിന് യു എന്ന് കൊടുക്കാം. സോ പുട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ആസ് യു മൈനസ് 2x dx is equal to du or x dx is equal to minus du by 2.
minus 2x dx is equal to du. X dx ആണ് ന്യൂമറേറ്ററിലുള്ളത്. അതുകൊണ്ട് x dx is equal to minus du by 2. Go back to the integral, substitution കൊടുക്കാം. Therefore, integral x dx എന്ന് പറയുന്നത് minus du by 2 by root u. 1 minus s square u ആണ്. അപ്പോൾ root u വരും. So, minus 1 by 2 du by root u. 1 by root u integral എന്ന് പറയുന്നത് 2 root u ആണ്. So, into 2 root u വരും. 2 cancel. Minus root of 1 minus x square is the integral. So, ഈ small integral x by root of 1 minus x square into dx ൻ്റെ integral എന്ന് പറയുന്നത് negative root of 1 minus x square ആണ്. ആ വാല്യൂ നമുക്ക് ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. So, going back to equation 1, therefore equation 1 implies equation 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ sin inverse x into integral x by root of 1 minus x square is root of 1 minus x square, minus root of 1 minus x square minus integral derivative of sin inverse x 1 by root of 1 minus x square, 1 by root of 1 minus x square into integral of x by root of 1 minus x square എന്ന് പറയുന്നത് minus root of 1 minus x square the whole into dx എന്ന് വരും. Now, root 1 minus x square, root 1 minus x square numerator and denominator cancel ആയി പോകും. So, remaining minus root 1 minus x square into sin inverse x, negative of negative positive, integral 1 dx ആണ് എക്സിസ്റ്റ് ചെയ്യണത്. അതുകൊണ്ട് therefore this is equal to minus root of 1 minus x square sin inverse x plus c എന്നുള്ളതാണ് കംപ്ലീറ്റ് ആൻസർ വരും. സോ ഇവിടെ ശ്രദ്ധിക്കാവുന്നത് ഈ ഇൻ്റഗ്രൽ ഡയറക്റ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സെപ്പറേറ്റ് എടുത്ത് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കാണാവുന്നതാണ്. ഇൻ്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം നോക്കാം. ഇവിടെ പ്രൊഡക്റ്റ് ഓഫ് ടു ഫങ്ഷൻസ് ഇല്ല. അങ്ങനെ വരുമ്പോൾ യൂണിറ്റി കൺസിഡർ ചെയ്യണം എന്നുള്ളത് റൂൾ പറയുന്നുണ്ട്. സോ തന്നിരിക്കുന്ന ഇൻ്റഗ്രലിനെ ഇൻ്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ into 1 dx എന്ന് എഴുതാം. And then take sin inverse as first, unity as the second. Inverse functions or logarithmic ഉണ്ടെങ്കിൽ എപ്പോഴും അതാണ് first function. So take it as the first. Now apply the rule. First function into integral of second minus integral of derivative of first function into integral of second. Integral കൊടുക്കാം. So sin inverse x the whole square into x minus derivative of sin inverse x whole square. Chain rule ആണ്. So 2 into sin inverse x into 1 by root of 1 minus x square into x into dx. വീണ്ടും 2 constant പുറത്തേക്ക് എടുക്കാം. So sin inverse x the whole square into x minus 2 into integral sin inverse x into x by root of 1 minus x square into dx. ഈ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്ത് ആൻസർ എത്താവുന്നതല്ല. സോ ആ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ സെപ്പറേറ്റ് എടുത്ത് ചെയ്തിട്ട് ആൻസർ കംപ്ലീറ്റ് ചെയ്യാം. സോ ലെറ്റ് us mark this as equation number 1. Now take integral sin inverse x into x by root of 1 minus x square into dx. This alone integral ഒരു പ്രോബ്ലം ആയിട്ട് പ്രീവിയസ്ലി നമ്മൾ ചെയ്തതാണ്. Continue in the same manner, sin inverse x first functionും x by root of 1 minus x square sin second functionും എടുത്തിട്ട് റൂൾ അപ്ലൈ ചെയ്യാം. So first into integral of second minus integral of derivative of first into integral of second. Rule apply ചെയ്യും. വീണ്ടും ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇൻ്റഗ്രൽ എക്സ് ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ നമുക്കറിയാം ഡയറക്റ്റ് നമുക്ക് ഇൻ്റഗ്രൽസ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് സെപ്പറേറ്റ് എടുത്ത് ചെയ്യാം. സോ അഗെയിൻ വി വിൽ മാർക്ക് ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 2. So take the integral x by root of 1 minus x square into dx. ഇതിൽ 1 minus x square നെ u കൊടുക്കാം.
So minus 2x dx is equal to du, or x dx is equal to minus du by 2. Substituting minus du by 2 by root u, or minus 1 by 2 into 2 root u. Karanam 1 by root u integral 2 root u. So 2 cancel, remaining minus root of 1 minus x square ennulladana idinte integral. So going back to equation 2, integral x by root of 1 minus x square ennulladothu negative root of 1 minus x square ennu kodukam. Therefore 2 implies sin inverse x into negative root of 1 minus x square minus integral of 1 by root of 1 minus x square into negative root of 1 minus x square into dx. Substitute it. Now simplifying, root 1 minus x square cancel ayi, minus of minus ennullathu plus out. So negative root of 1 minus x square into sin inverse x plus c is the answer. So ഈ particular integral sin inverse x into x by root of 1 minus x squareൻ്റെ complete integral ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. Now this integral is in equation 1. ആ integral എന്നുള്ളടത്ത് ഈ minus root of 1 minus x square sin inverse x plus c എന്ന് കൊടുത്താൽ നമുക്ക് ആൻസർ കംപ്ലീറ്റ് ആയി. So going back to equation 1 implies sin inverse x whole square into x minus 2 into sin inverse x whole square into x minus 2 into integral value negative root of 1 minus x square into sin inverse x plus c ennulladana final answer. Or sin inverse x whole square into x minus of minus plus 2 root of 1 minus x square into sin inverse x minus 2x plus c എന്ന് എഴുതാവുന്നതാണ്. ഇൻറ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം? വീണ്ടും തേർഡ് റൂളാണ്. ഇൻറ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന ഒരു ഫംഗ്ഷനേ ഉള്ളൂ. സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് ഇൻറ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1 ഇൻറ്റു ഡി എക്സ്. Now tan inverse x, inverse function ഉണ്ട്. We will take that as the first, unity as the second. Apply integration by parts. First function into integral of second minus integral of derivative of first function into integral of second. Integral കൊടുക്കാം. So tan inverse x into x minus integral derivative of tan inverse x എന്ന് പറയുന്നത് 1 by 1 plus x square ആണ്. Again integral 1, it is x. വീണ്ടും whole into dx. Now tan inverse x into x minus integral x by x square plus 1 into dx ആണ് വരുന്നത്. ഇവിടെ ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ പ്ലസ് 1, സോ ആഡ് പ്ലസ് 1 മൈനസ് 1 വർക്കൗട്ട് ചെയ്യില്ല. കാരണം ഇവിടെ എക്സേ ഉള്ളൂ. എക്സ് സ്ക്വയർ ആയിരുന്നെങ്കിൽ നമുക്കത് ആ സ്റ്റെപ്പിലേക്ക് പോവായിരുന്നു. സോ ബട്ട് എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x ആണ്. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നോക്കേണ്ടത്. Put x square plus 1 as u, 2x dx is equal to du, or x dx is equal to du by 2. x dx എന്ന് പറയുന്നത് du by 2. So tan inverse x into x minus du by 2 by u, which is tan inverse x into x minus 1 by 2 constant 1 by u വരും. 1 by x log x ആണ്. അപ്പോൾ 1 by u log u. So log modulus u plus c. And what is u? u എന്ന് പറയുന്നത് 1 plus x square ആണ്. So answer tan inverse x into x minus half log modulus 1 plus x square plus c എന്നുള്ളതാണ് ഉത്തരം വരും.